മാസത്തിൽ KSEB ഉപഭോക്താക്കൾക്ക് ഇന്ധന സർചാർജ് തിരികെ ലഭിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ധന സർചാർജ് വൈദ്യുതി ബില്ലിൽ കുറവ് ചെയ്തു നൽകുന്നത്. 2026 ജനുവരി മാസത്തിൽ വൈദ്യുതി വാങ്ങലിലുണ്ടായ കുറവാണ് KSEB ഉപഭോക്താക്കൾക്ക് കൈമാറുന്നത്. താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിന് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു നൽകിയ ചെലവിലുണ്ടായ കുറവ് കാരണം ജനുവരി മാസത്തിലെ ഇന്ധന സർചാർജ് 2 പൈസ യൂണിറ്റിനായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ ബില്ലിൽ KSEBയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 2 പൈസയും ദ്വൈമാസ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1 പൈസയുടെയും കുറവ് ലഭിക്കുമെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ, അതുപോലെ തന്നെ മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ അതൊക്കെ ചിലപ്പോൾ 2 മാസത്തെ തുകയായി ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് മുൻകൂട്ടി മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തേക്കാം. അതുമാത്രമല്ല, ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്നതിനാൽ തന്നെ അത് കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തെ നേരത്തെ ആക്കുകയോ ചെയ്ത് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. ഏതായാലും മാർച്ച് മാസത്തിൽ തന്നെ ഈ ഒരു പെൻഷൻ തുക ഉറപ്പായും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണം മാർച്ച് മാസം 11-ാം തീയതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി അന്നേ ദിവസം കേരളത്തിൽ വെച്ചായിരിക്കും ഇതിൻ്റെ തുക വിതരണം നടത്തിയേക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ചുരുക്കത്തിൽ PM കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ മാർച്ച് മാസം എല്ലാം കൂടി ചേർത്ത് ഏകദേശം 5000 രൂപയോളം ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയാകാറായിട്ടുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര വിഹിതം ഉൾപ്പെടുന്ന പെൻഷൻ വാങ്ങുന്നവർക്ക് 300, 200, 500 രൂപ കുറവുള്ളവർ ആ തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിലവിൽ 1500 മുതൽ 1800 രൂപ വരെ ലഭിച്ചവർക്ക് ബാക്കി തുക കൂടി വരും ദിവസങ്ങളിൽ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതേസമയം ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ നേരിട്ട് കൈകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളോടെയൊക്കെ തന്നെ വിതരണം പൂർത്തിയായേക്കും. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താൻ സമയമെടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം നേരിടുന്നത്. ഇതിനു പുറമെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ അതിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 1 ഞായറാഴ്ചയാണ്. മാർച്ച് 2 തിങ്കളാഴ്ച മാസത്തെ ആദ്യ പ്രവൃത്തി ദിനവും ആയതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനാൽ മാർച്ച് 3 ചൊവ്വാഴ്ച മുതലാണ് കേരളത്തിൽ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. വിവിധ വിഭാഗം കാർഡുകൾക്ക് ലഭിക്കുന്ന വിഹിതം ഈ പറയുന്നവയാണ്. അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇനി മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും. ഇനി പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ ഈ മാസത്തെ സ്പെഷ്യൽ അരിയായിട്ട് കാർഡ് 1-ന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡാണെങ്കിൽ അവർക്ക് ആകെ 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ മാസം ഇത് 2 കിലോ മാത്രമായിരുന്നു. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് നീല വെള്ള കാർഡുകൾക്ക് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം കാർഡ് ഉടമകൾക്ക് 2 കിലോ അരിയും പരമാവധി 1 കിലോ ആട്ടയുമാണ് വിഹിതമായിട്ട് ലഭിക്കുക. കൂടാതെ ജനുവരി മാർച്ച് ക്വാർട്ടറിലെ മണ്ണെണ്ണ ഇതുവരെ വാങ്ങാത്തവർക്ക് ഈ മാസം അത് വാങ്ങാൻ സാധിക്കും. മഞ്ഞ കാർഡിന് 1 ലിറ്ററും മറ്റു കാർഡുകൾക്ക് 1/2 ലിറ്ററുമാണ് മണ്ണെണ്ണ വിഹിതം ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി. ശനിയാഴ്ച ഫെബ്രുവരി 28-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 290 രൂപയും പവന് 2320 രൂപയുമാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 15 ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.